പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയുടെ മുന്നിലാണ്, അങ്ങാടിയിലാണ്. ഇവിടെ CPM പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ കരമാലിന്യ ശുചീകരണ ക്യാമ്പയിൻ നടക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സഖാവ് TR രഘുനാഥനാണ്, CPMൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്. അപ്പം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. പഞ്ചായത്ത് നേരത്തെ വിഷ്ണു ഓൺ ചെയ്യണ്ടോ? ഇങ്ങോട്ട് കയറി വാ, നിങ്ങൾ ബാക്കിലോട്ട് വന്നു. ഫൈനാൻസ് സാറേ ഇത് ചാനൽ ഇങ്ങോട്ട് കയറി ജിനു നമ്മുടെ സഖാക്കളെ, നമ്മുടെ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി നമ്മുടെ പാർട്ടി എല്ലാ വർഷവും മഴക്കാല പൂർവ്വ ശുചീകരണം എല്ലാ വർഷവും നമ്മൾ നടത്തി വരികയാണ്. ഈ വർഷത്തിൽ നമ്മളിവിടെ പുതുപ്പള്ളി ലോക്കൽ തല ശുചീകരണം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് സുഭാഷ് പി വർഗീസ് ക്ഷണിക്കുന്നു. പ്രിയമുള്ള സഖാക്കളെ, വേറെ വലിയ യോഗത്തിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മളിന്ന് ക്ലീനിങ് ആണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് CPIMൻ്റെ നേതൃത്വത്തിൽ ബ്രാഞ്ച് തലം വരെ ശുചീകരണ പ്രവർത്തനം, ഖര മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു. ഇത് നടാടെയല്ല, നമ്മുടെ പാർട്ടി മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ ഒട്ടേറെ നടത്തിയിട്ടുണ്ട്. നമ്മളതിലെല്ലാം പങ്കെടുത്തിട്ടുള്ളവരാണ്. നമ്മുടെ ഒരു ദൗത്യം എന്നുള്ള നിലയ്ക്കാണ് സമരപ്രവർത്തനങ്ങൾക്കൊപ്പം ഇത്തരം സന്നദ്ധ പ്രവർത്തനം, സേവന പ്രവർത്തനം, ഇതെല്ലാം നമ്മൾ ഇപ്പം വയനാട് നമ്മൾ 100 വീടാണ് നിങ്ങളൊക്കെ ചേർന്ന് ശേഖരിച്ച DYFIയുടെ തന്നെ, അതുപോലെ തന്നെ പാർട്ടി തന്നെ സമാഹരിച്ച ഒട്ടേറെ കാര്യങ്ങളെല്ലാം നമ്മൾ ജില്ലയിൽ തന്നെ ദുരന്തബാധിത പ്രദേശങ്ങൾ നമ്മൾ വീട് വെച്ച് കൊടുത്തൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്ന നമുക്ക് പുതുപ്പള്ളിയെ ഇത് പാർട്ടിയുടെ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ ജില്ലയിലാകമാനം ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുകയാണ്. പുതുപ്പള്ളി പഞ്ചായത്തിലെ ഈ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വം, നമ്മുടെ ഏരിയയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഈ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനം സഖാവ് TR രഘുനാഥൻ, നമുക്കറിയാം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ സഖാവ് ചുമതലയേറ്റിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. സഖാവ് റസലിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് സഖാവ് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി. ട്രേഡ് യൂണിയൻ രംഗത്തും മറ്റു രംഗത്തുമൊക്കെ ഇവിടെ നിരന്തരം നമ്മുടെ കാര്യങ്ങൾ ഇടപെടുകയും വരികയും ചെയ്ത് നിങ്ങൾക്ക് സുപരിതനാണ് സഖാവ്.
അപ്പം ബാക്കി കാര്യങ്ങൾ സഹാബ് ഇതിനെപ്പറ്റി സൂചിപ്പിക്കും. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ കൂടെ സൂചിപ്പിക്കുകയാണ്. മാതൃകാപരമായൊരു പ്രവർത്തനം. മുൻപ് UDFൻ്റെ പഞ്ചായത്ത് ഭരണസമിതി ഈ പഞ്ചായത്ത് തുടർച്ചയായി ഭരിച്ചത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ? ഇന്ന് നിങ്ങൾ ഈ പ്രദേശത്തൂടെ വാഹനവുമായി കടന്നുപോയാൽ, ഏറ്റവും ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ കുമ്മറ്റം റോഡ്, ബെന്നിമല, ഇവിടെയൊക്കെ മാലിന്യ കൂമ്പാരങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങൾ നമ്മൾ കണ്ടു ശീലിച്ചവരാണ്. ഇന്നൊന്ന് യാത്ര ചെയ്ത് നോക്കും. പുതുപ്പള്ളി പഞ്ചായത്തിൽ നമ്മളെ വിമർശിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. ഒരു വനിതാ പ്രസിഡന്റ്, ഒട്ടേറെ പരിമിതികളുണ്ടെങ്കിലും യോജിച്ച് നിന്നുകൊണ്ട് ഇത്ര ക്ലീനായിട്ട് ഒരു ഗ്രാമപഞ്ചായത്തിനെ മാറ്റി തീർക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉദ്ഘാടനം, ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനം. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ താഴെ കാണുന്ന ആ അപ്രോച്ച് റോഡും കലുങ്കും പഞ്ചായത്തിൻ്റെ ഫണ്ട് 25 ലക്ഷം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. പഞ്ചായത്തിൻ്റെ മുന്നിലൂടെയുള്ള റോഡ് നിരന്തരം MLAയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ഒരു ചില്ലിക്കാശും സഹായിച്ചില്ല. തനത് ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിൻ്റെ 3/4 ഭാഗം തീർത്തിരിക്കുന്നത്. തനത് ഫണ്ട് വിനിയോഗിച്ച്, പഞ്ചായത്തിൻ്റെ ഫണ്ട് പരമാവധി വിനിയോഗിച്ച്, അതുപോലെ ഒരു വലിയ കുടിവെള്ള പദ്ധതി നമ്മുടെ നാട്ടിൽ പൂർത്തിയാകുകയാണ്. ഈ പഞ്ചായത്തിലാകമാനം കുടിവെള്ളം പൂർണ്ണമായും ലഭ്യമാക്കുന്ന ഒരു മറ്റ് സഹായവും ലഭിച്ചത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും 10 ലക്ഷം രൂപ ശേഖരിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ആ ടാങ്കിനായി സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത്. എന്നാൽ ഇത് പ്രചരണം കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ച് പോരായ്മ നമ്മുടെ കാര്യത്തിലുണ്ട്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അത് ജനങ്ങളെ അറിയിക്കുന്ന കാര്യത്തിൽ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്ന ഉടൻ തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ, മറ്റ് വനിതകൾ, കുടുംബശ്രീ അടക്കമുള്ള എല്ലാവരുടെയും സഹകരണത്തോട് ചെയ്തത് നിങ്ങൾ കണ്ടു. അപ്പോൾ മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ആദരിക്കുക എന്നൊരു ചടങ്ങ് കൂടി ഈ കാര്യത്തിലുണ്ട്. അതിലൂടെയാണ് നമ്മുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ മാലിന്യ നിർമ്മാർജ്ജന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും പ്രസിഡന്റിനെ ആദരിക്കുന്നതിനും വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പ്രിയപ്പെട്ട TR രഘുനാഥനെ ക്ഷണിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്ന CPM 25 വർഷത്തിനുള്ളിൽ കേരളത്തെ ഒരു വികസിത നാടിൻ്റെ സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തിക്കണം എന്ന കാഴ്ചപ്പാടിലാണ് വിവിധ പദ്ധതികൾ, പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു നവകേരള സൃഷ്ടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാൻ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നല്ല വിദ്യാഭ്യാസവും ആധുനിക സാങ്കേതിക പരിജ്ഞാനമുള്ള വിദ്യാഭ്യാസമാക്കി മാറ്റുകയും അവർക്കിവിടെ തന്നെ തൊഴിൽ ലഭിക്കാൻ ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് അടിത്തറ പാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നാട്ടിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവർക്ക് ഈ നാടിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയും. ചപ്പുചവറുകളും മാലിന്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിലേക്ക് വരാൻ ആരും ആഗ്രഹിക്കില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ പാതയോരങ്ങൾ വാട്സപ്പിലൂടെയും മറ്റ് പ്രധാന ഉപാധികളിലൂടെയും നാം കാണാറുണ്ട്. ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരം നാടാകെ മാലിന്യ വിമുക്തമാക്കി മാറ്റുന്നത്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. അതിലേക്കൊന്ന് വളരാൻ നമ്മളുടെ ശ്രമമാണ്. അതുകൊണ്ട് നിശ്ചയമായും ഈ പ്രവൃത്തി നമ്മുടെ എല്ലാ പാർട്ടി അംഗങ്ങളിലും എത്തിക്കുകയും അവർ അതിൻ്റെ ഭാഗവാക്കാക്കി മാറുകയും വേണം. അതുകൊണ്ടാണ് പാർട്ടി തീരുമാനിച്ചത് ഈ ആഴ്ച ഏരിയ അടിസ്ഥാനത്തിലും ലോക്കൽ അടിസ്ഥാനത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി 30-ാം തീയതി എല്ലാ ബ്രാഞ്ച് മേഖലയിലും നമുക്കിതിൻ്റെ പ്രവർത്തനം ആസൂത്രണം ചെയ്ത് പൂർണ്ണമാക്കാൻ കഴിയും. പുതുപ്പള്ളി ഏരിയ കമ്മിറ്റി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ സഖാവ് സുഭാഷ്, ഏരിയ സെക്രട്ടറി കൂടിയായ സഖാവ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രവർത്തനങ്ങളിൽ ഒരു മാതൃക പുതുപ്പള്ളി പഞ്ചായത്ത് പ്രത്യേകിച്ച് ഒരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കരമാലിന്യ സംസ്കരണത്തിൻ്റെ തീരുമാനമെടുത്ത സന്ദർഭത്തിൽ തന്നെ പുതുപ്പള്ളിയിൽ അത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി മാതൃകാപരമായി നടപ്പാക്കിയതിൽ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. ഇത്
ഒരു മാതൃകയായി നമ്മുടെ ജില്ലയിലെമ്പാടും നമുക്ക് ഇന്നലെ അവിടെ ഒരു യോഗം ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്നേരം അത് നമ്മുടെ ജില്ലയിൽ പെട്ടില്ല. ഇതവിടെ പറയുന്നില്ലേ? അല്ല, അതല്ല, ആ യോഗത്തിൻ്റെ മുമ്പെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതവിടെ പൊതുവിൽ പറയാമായിരുന്നു. ഏതായാലും ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടി സഹാക്കളെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ രണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പൊന്നാടി അണിയിക്കുകയാണ്. നമ്മുടെ എല്ലാ മെമ്പർമാർക്കും കൊടുക്കണമെന്ന് നമ്മൾ കരുതി. പക്ഷേ അത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഇതേപോലെ തന്നെ നമ്മുടെ മെമ്പർമാർ അവരവരുടെ വാർഡുകൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുകയും നല്ല രീതിയിൽ ഇവിടെ വന്നിരിക്കുന്ന ശാന്തമ്മ ഉണ്ട്, ജിനു ഉണ്ട്, വിഷ്ണു ഉണ്ട്, പ്രമോദ് വൈസ് പ്രസിഡന്റ് ഉണ്ട്. എല്ലാവർക്കും ഒരേ ഇതാണ് ഇതിനകത്തുള്ളത്. പക്ഷേ അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ പൊന്നാടി അണിയിക്കുന്നു. വികസന പ്രവർത്തനങ്ങളുടെ മാതൃക കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അനുമോദനമാണ്. അതിനുവേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി ക്ഷണിക്കും. ഹലോ, ഞാൻ വിളിക്കല്ലേ? ഞാനിവിടെ വീഡിയോ എടുത്തില്ലേ? ചിലപ്പോൾ വാങ്ങില്ല. തുടർന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കാൻ ഇവിടെ മാലിന്യ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സഹാവ് TR രഘുനാഥനാണ്. സഹാവിനെ പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് CPIMൻ്റെ പ്രവർത്തകർ, മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അഭിവാദനം. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കാം. ഹലോ, ഇങ്ങനെ ഇറങ്ങ
ശുചീകരിക്കപ്പെട്ടു.